ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ ടൈം സ്ക്വയർ കണ്ടില്ല പിന്നെ എങ്ങനെയാ പോവാ അല്ലേ? ടൈം സ്ക്വയർ ധാരാളം ടൈം സ്ക്വയർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇതുവരെ ടൈം സ്ക്വയർ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നു ലോകത്തിലെ തന്നെ ന്യൂയോർക്കിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൈം സ്ക്വയറിന്റെ രാത്രി ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി. എൻ്റെ കൂടെ 2 യുവാക്കളും കൂടെ ഉണ്ട് ഗൈസ്. ട്രിപ്പ് കപ്പിൾ സഞ്ജയ് ആൻഡ് റിയ. ഹായ്, ഹൗ ആർ യു? റിയ നമുക്ക് ഇന്ന് ടൈം സ്ക്വയറിന്റെ ചരിത്രം പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ? ലോകത്തിലെ പല സിറ്റിയിലെയും അടിപൊളി കാഴ്ചകൾ സുജിത് ബ്രോ കണ്ടിട്ടുണ്ട്. ടൈം സ്ക്വയറിൽ വന്നിട്ട് ടൈം സ്ക്വയറിന്റെ കാഴ്ച കാണുമ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടിട്ട് ജെട്ടു അല്ലെങ്കിൽ ഏതാണ് ടൈം സ്ക്വയർ എന്ന് പറയുമെന്ന് അറിയാൻ ആകാംക്ഷകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ലെറ്റ്സ് ഗോ ടു ടൈം സ്ക്വയർ. ടൈം സ്ക്വയറിനടുത്ത് തട്ടുകട നടത്തുന്ന ദാസപ്പം മുതലാളിയുടെ കടയാണ് ഇത്. ചിക്കൻ ഓവർ റൈസ്, ലാംബ് ഓവർ റൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട. ഹലാൽ ഫുഡാണ് ഗൈസ്. ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്ന സാധനമാണ്. പ്രത്യേകിച്ച് തായ്ലൻഡിൽ പോകുമ്പോഴത്തേക്കിനും ധാരാളമായിട്ട് കാണുന്ന സംഭവമാണ്. ഈ ടൈം സ്ക്വയറിൽ പോകുമ്പോൾ വൈകുന്നേരങ്ങളിലാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം രാത്രി 9 മണിയായി. ഒരു സൺസെറ്റ് കഴിയുമ്പോൾ അതാണ് ശരിക്കും ടൈം സ്ക്വയറിൻ്റെ സമയം എന്ന് പറയുന്നത്. നിങ്ങൾ വിൻ്ററിലാണെങ്കിൽ നേരത്തെ വരിക, സമ്മറിലാണെങ്കിൽ സൺസെറ്റ് കഴിയുന്ന സമയത്ത് നോക്കി വരിക. എന്നാലും നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബ്രോഡ്വേ നമ്മൾ ഈ എറണാകുളത്ത് ബ്രോഡ്വേയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥലപ്പേരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള പലതരത്തിലുള്ള ഷോസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, ഇത് ഇവിടുത്തെ വിക്കറ്റ് ഷോ എന്നൊക്കെ പറഞ്ഞൊരു ഷോസ്, അങ്ങനെയുള്ള പല ഷോസൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ഥലപ്പേരുകൾ ഭയങ്കര പോപ്പുലറാണ്. ഇപ്പം പാർക്ക് അവന്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂയോർക്കിലൊരു സ്ഥലപ്പേരാണ്, ഒരു ബ്രാൻഡാണ് പാർക്ക് അവന്യൂ. അങ്ങനെ കുറേ ഇവിടുത്തെ സ്ഥലപ്പേരുകൾ നമുക്ക് പല ബ്രാൻഡുകളും നമ്മുടെ നാട്ടിലെ പല സ്ഥലപ്പേരുകളായിട്ട് മാറിയിട്ടുണ്ട്. ടൈം സ്ക്വയറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് പകല് ഉള്ള കടകളൊക്കെ പലതും ക്ലോസ് ആയിട്ട് ചിലതൊക്കെ ഇരിക്കുന്ന കാണാം. രാത്രി ആകുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് റെസ്റ്റോറൻറ്റുകളും ബാറുകളും ബാക്കിയുള്ള സെറ്റപ്പുകളൊക്കെയാണ്. നമ്മളിതുവരെ ടൈം സ്ക്വയർ എത്തിയിട്ടില്ല, അതിൻ്റെ പരിസരത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളൂ. ചെറിയ ചെറിയ വൈബൊക്കെ കിട്ടി തുടങ്ങി. ഫുൾ ബിൽ ബോർഡുകളും ബാക്കിയുള്ള സംഭവങ്ങളും ലൈറ്റപ്പും ഒക്കെയാണ് ഇവിടുത്തെ ടൈം സ്ക്വയറിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഇവിടെ എന്താ പരിപാടി? എന്തോ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഓ വാവ്, പുള്ളി കൊള്ളാവേ, നല്ല അടിപൊളി പെർഫോമൻസ് ആണല്ലോ. അങ്ങനെ നമ്മൾ ടൈം സ്ക്വയറിന്റെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്കിന്റെ ഫുഡ് ട്രക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ പുറകിൽ ഇതുപോലെയുള്ള പല പല പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പരസ്യ വരുമാനം എന്ന് പറയുന്നത് വളരെ വലിയൊരു പരസ്യ വരുമാനമാണ്. പല മലയാളം സിനിമകളുടെയും പരസ്യങ്ങൾ ഇവിടുത്തെ ബിൽ ബോർഡുകളിൽ പ്രദർശിക്കപ്പെട്ടതാണ്. നമുക്കൊരു $150-200 ഉണ്ടെങ്കിൽ നമ്മുടെ പരസ്യം വേണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. നെക്സ്റ്റ് ടൈം ഞാൻ അമേരിക്കയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഒരു വീഡിയോ എന്തെങ്കിലും ഒരു സാധനം ഞാനിവിടെ ഏതാനും സെക്കൻഡുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. വാ, മൊത്തത്തിൽ ലൈറ്റാണല്ലോ, അടിപൊളി ഇട്ടോ ഇത് സ്ഥലം. തിരക്കില്ല, ഈ തിരക്കൊന്നും പോരാ, തിരക്ക് വേണം. ഈ വണ്ടി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ പല പല പരസ്യങ്ങൾ ഇങ്ങനെ ബിൽ ബോർഡിൽ മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫിക്സഡ് ആയിട്ടുള്ള പരസ്യങ്ങളും അല്ലാത്ത പരസ്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പരസ്യങ്ങളും നമുക്ക് കാണാം. 1604 ബ്രോഡ്വേ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ആ കാണുന്ന ഇറ്റ്സ് ഷോ ടൈം എന്ന് പറഞ്ഞ പരസ്യം കണ്ടോ? അത് എത്ര നിലകളിലായിട്ടാണ് ആ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത് നോക്കിയാൽ നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11. ആ 11 നില വരെ ഞാൻ എണ്ണി. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ താഴെ വരെ ഏകദേശം ഒരു 20 നിലകൾ, അതായത് 20 നില കെട്ടിടത്തിൻ്റെ ആ ഒരു അത്രയും ഹൈറ്റ് ഉണ്ട് ആ ഒരു ഇറ്റ്സ് ഷോ ടൈം എന്ന് പറയുന്ന ആ ഒരു പരസ്യത്തിൻ്റെ ആ ഒരു ഫ്ലെക്സിന്. എന്നാലും ചോദിക്കേ, അത്രയും ഹൈറ്റ് ഇല്ല. അതിൻ്റെയൊക്കെ ഫ്ലെക്സ് എങ്ങനെയായിരിക്കും? അത് പല ഇതായിട്ടായിട്ട് പ്രിൻ്റ് അടിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ എന്നാലും അത് എന്ത് ഹൈറ്റാ അത്. ഇവിടെ എവിടെ വന്നാലും നമുക്ക് കഞ്ചാവിൻ്റെ മണമാണ്. ഇതെന്ത് വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ഒരു കിടിലൻ തവള പോലത്തെ വണ്ടി. നോക്കി, എന്ത് വണ്ടിയായത്? അയാളവിടെ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് എന്തോ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് കടയിൽ. ഈ കടയിൽ നിന്ന് എന്തോ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു പുള്ളി. നോക്കി, അടിപൊളി കിടുക്കാച്ചി വണ്ടി. ഇതിൻ്റെ ബാക്കിൽ സ്പീക്കറൊക്കെ കണ്ടോ? ആ ടൈം സ്ക്വയറിൻ്റെ നടുക്കൂടെ വരെ ട്രക്കൊക്കെ പോകുന്നുണ്ടോ? ബ്രോഡ്വേ സ്ട്രീറ്റ്, ബ്രോഡ്വേ. ഇത് നമ്മുടെ വിവേക് രാമസ്വാമിയുടെ പരസ്യം. പുള്ളി അവിടുത്തെ ആളാണോ? ഒഹൈയോ ആണോ? പുള്ളി അവിടുത്തെ ആളാണ്. അപ്പോൾ പുള്ളി അങ്ങോട്ടേക്ക് മൂവ് ടു ഒഹൈയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടി പരസ്യം ചെയ്യുന്നു. ആണോ? ന്യൂയോർക്കിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇത് കണ്ടോ പരസ്യം കണ്ടോ? നോക്കി, അങ്ങനെ നോക്കിയടേ, ആരുടെയൊക്കെ പരസ്യമാടേ ഇവിടെ കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് തേയിലയാണെന്ന് തോന്നുന്നു. പോർച്ചുഗീസ് സാർഡിൻ, മത്തി. പുള്ളിയുടെ പരസ്യം ഉണ്ടല്ലോ, ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്
ഓരോ 10 സെക്കൻഡ് 20 സെക്കൻഡ് കൂടുമ്പോഴും പുള്ളിയുടെ പരസ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇത് വരും, ഇടയ്ക്ക് ഇത് വേറെ വരും. അപ്പോൾ ആൾക്കാരൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ ടൈം സ്ക്വയറിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ടൈം സ്ക്വയറിന്റെ ഭാഗത്തേക്ക് ആ ഒരു പെഡസ്ട്രിയൻസ് വരുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ന്യൂയോർക്കിൽ വന്നിട്ട് ആ ഒരു രാത്രി ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കുക, കയ്യിലും കാര്യങ്ങളും പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം നമുക്ക് സുവനീർ ഷോപ്പുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന പല പല സാധനങ്ങൾ വിൽക്കുന്ന കട. അത്യാവശ്യം നല്ല കോമ്പറ്റിറ്റീവ് റേറ്റുകളിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ടൈം സ്ക്വയറിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പെയിൻറ്റിങ്സ്, ടീഷർട്ട്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇറ്റ്സ് റിയലി നൈസ് തിങ്. കേട്ടോ, നല്ല അടിപൊളി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ എല്ലായിടത്തും പരസ്യം കേട്ടോ, എല്ലാ ബിൽഡിങ്ങിലും പരസ്യമാണ്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും പരസ്യങ്ങൾ. ഇത് ശരിക്കും പരസ്യങ്ങളുടെ ഒരു നാടാണ് എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്, അല്ലെ? പരസ്യങ്ങളുടെ സ്ഥലം. ഇത്രയധികം ആളുകൾ വരുന്നൊരു സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ ഫുള്ള് പരസ്യങ്ങളല്ലേ. ബ്രോ, ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണല്ലോ, വേറെ ആരും ഇല്ലേ? നമ്മൾ മാത്രമേ ഉള്ളല്ലേ ഇന്ത്യക്കാരാണ് ഫുള്ള് ഗൈസ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സഞ്ജയുടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഇവിടെ തുണിയില്ലാതെ മറ്റേ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമെന്ന്. അവരോട് ഫോട്ടോ എടുത്തിട്ടേ മോൻ വരാവൂ എന്ന് പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് നോക്കട്ടെ, അങ്ങനെ തുണിയില്ലാതെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോകളിലും ഫോട്ടോകളിലും ഒക്കെ കണ്ടിട്ടുള്ള ടൈം സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ടൈം സ്ക്വയറിൻ്റെ ആ ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം ബിൽ ബോർഡുകൾ, അതിൽ ഡിജിറ്റലാണ്, മൊത്തം ഡിജിറ്റലിൽ ഇങ്ങനെ നമുക്ക് ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഗംഭീര സെറ്റപ്പുകൾ. ഇവിടെ വേറെ ഏതോ യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു, പാട്ടൊക്കെ വെച്ച് റീൽസൊക്കെ എടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ. കുറച്ച് പേര് ഫുൾ സെറ്റപ്പാണ്. എല്ലാം മറ്റേ കഞ്ചാവിൻ്റെ മണമാണ് ഇവിടെ മൊത്തം. ബിഹൈൻഡ് ദി സീൻസ് കേസ്. ഇവിടെ പുള്ളി പാട്ട് വെച്ചിട്ടുണ്ടോ? കേൾക്കുന്നില്ലല്ലോ ഒന്നും. പുള്ളി ക്യാമറ മൂവ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്, അവർ ഡാൻസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഉണ്ടോ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ റീലും ഡാൻസും പാട്ടൊക്കെ എടുക്കുന്നത്. ഈ കാണുന്ന കടയിൽ നിന്ന് ഭയങ്കര മണം വരുന്നുണ്ട് ഫുഡിൻ്റെ. ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ നിന്നിട്ട് ആ പുള്ളി കയ്യിൽ നിൽക്കുന്ന കമ്പി കണ്ടോ, ആ കമ്പി ഇങ്ങനെ വളച്ചാണ് പുള്ളി ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ നോക്കി, ഉള്ളതല്ലേ? പുള്ളി അവിടെ ലൈവായിട്ട് നിന്ന് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സും ബാക്കിയുള്ള സംഭവങ്ങളും വിൽപ്പനയ്ക്ക് നിൽക്കുന്ന കുറേ ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ടൂർ പാക്കേജുകൾ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അങ്ങനെ ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്ന ഒരു 90% ആൾക്കാരും. അപ്പോൾ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ട പല സംഭവങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ രസം. ലെറ്റ്സ് ഗോ ടുവാർഡ്സ് ദ മെയിൻ സെന്റർ ഓഫ് ടൈം സ്ക്വയർ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതെന്താ ഇത്, എന്തോ ടിക്കറ്റിൻ്റെ പരിപാടികളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. നോ ബ്രോഡ്വേ ടിക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കയറാൻ ടിക്കറ്റ് ഒന്നുമില്ല. ആരെങ്കിലും ടിക്കറ്റ് വെക്കുകയാണ് വാങ്ങരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കയറാൻ ടിക്കറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ വെട്ടിയും പറ്റിയും സംഭവങ്ങൾ, അങ്ങനത്തെ പല പല ആൾക്കാരുണ്ടാവും. പോക്കറ്റ് അടി, അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇതുപോലെ ഇവിടെ നിന്ന് റീൽസ് എടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അവള് എടുക്കുന്നതിനിടയ്ക്ക് വേറെ 2 പേരും അതിൻ്റെ ശല്യപ്പെടുത്തിയിട്ട് പോയി. അവർ നോക്കിയപ്പോൾ കഷ്ടമുണ്ട്. ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാർ അവിടെ ഇവിടെയുണ്ട്. പല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്തു തരും. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റ് സെൻ്ററാണ്. എൻ്റെ കൂടെ വന്ന സഞ്ജയനെ അറിയാൻ ഞാൻ കാണുന്നില്ല ഗൈസ്. അവർ എവിടെയോ പോയി. എവിടെയാ? അത് കണ്ടല്ലേ, ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ താഴെ മേളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ 2ഉം 3ഉം ഒക്കെ പരസ്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നോക്കിയാൽ മൊത്തം പരസ്യമാണ്. അതുകൊണ്ട് ഇവിടെ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന പരസ്യം. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള ജപ്പാനിലും ചൈനയിലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാർക്ലേസിൻ്റെ ബാങ്ക്. പിന്നെ ഇവിടെ ഡ്രീം ഔട്ട്ഡോർ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇവിടെ എല്ലാം പരസ്യങ്ങളാണ് മൊത്തം. അങ്ങ് ദൂരെയും അവിടെ ഇവിടെ എല്ലാം നമുക്ക് പരസ്യം കാണാം. എനിക്കിവിടെ ഫോട്ടോ എടുത്ത് തരാനായിട്ട് സഞ്ജയ് ഉണ്ട്. സഞ്ജയ്, താങ്ക് യു സോ മച്ച്. അത് കേട്ടോ 3D ബിൽ ബോർഡ്. നോക്കി, ആ സാധനം നമുക്കൊരു 3D എഫക്റ്റിൽ കാണുന്നതാണോ? ഇതിനകത്താണോ $150 കാണിക്കാൻ പറ്റുന്നേ? നമ്മുടെ മറ്റേ എമ്പുരാൻ്റെ ഒക്കെ എവിടെ വന്നത്? അതിനകത്താ വന്നേ. അപ്പോൾ $150 കൊടുത്താൽ മതിയല്ലേ? അതിങ്ങനെ അവർക്ക് മുതലാവുന്നത് അത്രേ ഉള്ളൂ ആണല്ലേ? പക്ഷെ അത് ചെറിയ പൈസ അല്ലേ? അത് വളരെ ചെറിയ പൈസയാണല്ലോ. ഓക്കെ, ഇവിടെ എവിടെയാണ് മറ്റേ ടൈംസ് എന്ന് പറയുന്ന ബിൽഡിങ്? അതല്ലേ ഇതിന്റെ മെയിൻ സംഭവം?
ടൈംസ് 1 എന്ന് പറഞ്ഞ ബിൽഡിംഗ്. ഈ സ്ഥലത്തിന്റെ പണ്ടത്തെ പേര് ലോങ് ഏക്കർ എന്നായിരുന്നല്ലോ. ലോങ് ഏക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഈ ആ ബിൽഡിങ്ങില്, ആ നമ്പർ 1 ബിൽഡിങ്ങില് ടൈംസ് എന്ന് പറഞ്ഞ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ അവർ ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞ മാഗസിനും ന്യൂസ് പേപ്പറും ഒക്കെ ഇല്ലേ, സോ അവരുടെ ഓഫീസായിട്ട് അത് വന്നപ്പോഴാണ് അവർ ഇത് റീനെയിം ചെയ്തതാണ് ടൈംസ് സ്ക്വയർ. അടിപൊളി. അവിടെയാണ് നമ്മുടെ ന്യൂ ഇയർ വരുമ്പോൾ 2026 ആകുമ്പോഴേക്കും ആ ബോൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു വലിയ ഇവന്റ് നടക്കണം ഇവിടെ വെച്ച്. അവിടെയാണ് 2026 ആവുന്നത്. ആ ബോൾ താഴോട്ട് ഡ്രോപ്പ് ആവും. അങ്ങനെയാണല്ലേ. അടിപൊളി. അപ്പൊ ന്യൂ ഇയറിനൊക്കെ ഇവിടെ എന്തോ ആയിരിക്കും അവസ്ഥ? ഇവിടെ നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ പല സ്ഥലത്തു നിന്നും വരും. എന്നിട്ട് ആൾക്ക് ഡയപ്പർ ഇട്ടുകൊണ്ടാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടുന്ന് അവര് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൂത്രമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിരിച്ച് അവർക്ക് കയറാൻ പറ്റില്ല. ആൾക്കാർ ഡയപ്പർ ഇട്ടുകൊണ്ട് ഇവിടെ തന്നെ വന്നേക്കും. അപ്പോൾ നമ്പർ 1 നമ്പർ 2 ഒക്കെ ഇവിടെ സാധിക്കണ സെറ്റപ്പിലാണ് ഇവർ വന്ന്. ഒരു ഉച്ചയ്ക്ക് അവർ വന്ന് നിൽക്കും, 2 മണിക്ക് വന്ന് നിന്നിട്ട് രാത്രി 1 മണി 2 മണി വരെ അവരോട് സ്റ്റേ ചെയ്യാന്നുള്ള സെറ്റപ്പിലാണ് അവര് മൊത്തത്തിൽ വരുന്നത്. ഇവിടെ ഇപ്പോഴൊക്കെ ഇത്രയും തിരക്കാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇവിടെ. അതായിരുന്നു നമ്മുടെ ടൈംസ് സ്ക്വയറിലെ ആ ഒരു ടൈംസ് എന്ന് പറയുന്ന, ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന ആ ഒരു പത്രത്തിൻ്റെ ഓഫീസായിരുന്നു ആ കാണുന്ന ബിൽഡിംഗ്. അപ്പോൾ അത് വന്നതോടുകൂടിയാണ് ഇവിടെ ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞ പേര് ഇതിനായത്. ഇവിടെ ടൈംസ് സ്ക്വയറിൽ തന്നെ നമുക്ക് ഇവിടെ H&M കാണാൻ പറ്റും. പിന്നെ അവിടെ ഫുള്ള് നമുക്ക് ഈ പറഞ്ഞ പോലെ മൊത്തം ഇതുപോലെയുള്ള പരസ്യങ്ങളും ബിൽ ബോർഡുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വൈബ്. വാവ്, ഇത് ആൾക്കാരുടെയൊക്കെ ഫോട്ടോ വരുന്നുണ്ടോ അതെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഉള്ള പരിപാടി കൊള്ളാം അല്ലേ. ഓരോ ആൾക്കാരുടെയൊക്കെ ഫാമിലി മൊമെൻറ്റ്സോ അല്ലെങ്കിൽ ആനിവേഴ്സറിയോ വിഷസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ നിന്നിങ്ങനെ കാണാം. ബർത്ത്ഡേ ആണ്. അത് മറ്റേ ബ്രെത്ത് ടേക്കിംഗ് ഷോ. അവിടെ നമുക്ക് അങ്ങനത്തെ ഷോ ഒക്കെ കണ്ടോണ്ടിരുന്ന് ഫുഡ് കഴിക്കാം. പോയാലോ? ഞങ്ങളിവിടെ ഗംഭീര ഫോട്ടോ സെഷനാണ് ഇവിടെ. തലങ്കും വലങ്കും മാറിയും മറിഞ്ഞൊക്കെ. ഇവരാണെങ്കിൽ ഫോട്ടോ എടുക്കാനും പോസ് ചെയ്യാനൊക്കെ ഭയങ്കര മിടുക്കന്മാരാട്ടോ ഇവർ. അതൊക്കെ രണ്ടുപേരും ആ കാര്യത്തിൽ ഭയങ്കര മിടുക്കരാണ് പണ്ട് പോലെ. അല്ലെങ്കിലും ക്രിയേറ്റിവിറ്റി ടു ദ കോർ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും ആ കാര്യത്തിൽ ഭയങ്കര മിടുക്കരാണ്. ഗൈസ്, ഫോട്ടോ എടുക്കാനായിട്ട് ഇവരുടെ കയ്യിലുള്ള മറ്റേ ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ അടിപൊളിയാണ്. ഐഫോണിലെ ഫോട്ടോയെ കാട്ടി നൈറ്റൊക്കെ എടുക്കാനായിട്ട് പൊളിയായിരുന്നു ആ ഫോൺ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സൂപ്പറായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നല്ല ഫോട്ടോസ്. ഇവിടെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രോ, നീ ഇവിടെ ടൈംസ് സ്ക്വയറിൻ്റെ വൈബ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യണ്ടേ? ലെറ്റ്സ് ഗോ അൺചാർജ്. എന്നിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മളൊന്ന് വൈബാവും, സെറ്റാവും. അപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിലേക്ക് പോവുകയാണ്. ഇവിടെ ക്യാമറമാനെയൊക്കെ ഹയർ ചെയ്തിട്ടോ ആൾക്കാർ വരുന്നത് എല്ലാവരും. അത് ഭയങ്കരമാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടേ ക്യാമറമാന് വലിയ ക്യാമറകള്, ഗിംബല്, പിന്നെ അങ്ങനെയുള്ള പല പല പരിപാടികളായിട്ടാണ് എല്ലാവരും വരുന്നത്. ഇത് ഇവര് ഓപ്പറ ഡാൻസ് കളിക്കുന്ന പോലത്തെ സംഭവമാണ്. അച്ഛനാണെന്ന് തോന്നുന്നു കേട്ടോ. അത് അച്ഛനും മോളും ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവര് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവര് അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാരൊക്കെ നല്ല ലുക്കുള്ള പോലീസുകാരാണ്. മീശയൊക്കെ ഉള്ള പോലീസുകാരാണ് അവിടെ കാണുന്നത്. പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ കുറേ ആൾക്കാർ ഉണ്ടാവും. സ്പൈഡർമാൻ്റെ അങ്ങനെ പല പല ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ പല ആൾക്കാരുണ്ടാവും. ഇവരുടെ കൂടെ ഒന്നൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ എന്നാലും തുണിയില്ലാത്ത ഫോട്ടോ എവിടെ ബ്രോ? കാണുന്നില്ലല്ലോ. അച്ഛനെ വിളിച്ചു ചോദിക്കേ. അച്ഛനല്ലേ പറഞ്ഞത് അവിടെ എവിടെയാ നിൽക്കുന്നത്? ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറ. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിന്റെ മേളിലാണ് എല്ലാവരും കയറി നിൽക്കുന്നത് ഫോട്ടോ എടുക്കാനായിട്ട്. അതായത് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഒരു വ്യൂ ഇല്ലേ, ഈ ഒരു വ്യൂ ആണ് എല്ലാവർക്കും വേണ്ടത്. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. പൈസ കൊടുക്കാൻ വേണ്ടിയുള്ള QR കോഡൊക്കെ ഉണ്ട്. QR കോഡ് വെച്ച് പേ ചെയ്യാം, പൈസ കൊടുക്കാം. പൈസ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവരിവിടെ ഒരു ചാടിയുള്ള ഒരു പെർഫോമൻസ് നടത്തും. അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇവർ ചാടുന്നത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അവർ ചാടി കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ഇവിടെ ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ രൂപങ്ങൾ. ഇവിടെ തേങ്ങ ഉടക്കിയോ? ഞങ്ങളെല്ലാം ഇത് ഭയങ്കര ഓവർ ഹൈപ്പ് കൊടുത്തിട്ട് എല്ലാവരും കൂടെ കാശ് വാങ്ങിച്ച് 20 ഓർഡർ വെച്ച് എല്ലാവരും ഇത് വാങ്ങിച്ചു. വെറുതെ അല്ല അമ്മ ആദ്യം വാങ്ങിച്ചത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മറ്റേ ഡബിൾ ഡെക്കർ ബസ്സിന്റെ പാസ് കൊടുക്കുന്നത്. നോ ഫൈൻ നോ താങ്ക് യു.
അങ്ങനെ ബസ്സിൽ കയറി നമുക്ക് രാത്രി ട്രിപ്പ് അടിക്കാം. ശരി, ആൾക്കാരെ പേടിപ്പിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് ഇവിടെ. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല തരത്തിലുള്ള വസ്ത്രം ധരിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫോട്ടോസ് എടുത്ത് തരുന്ന ആൾക്കാർ, അങ്ങനെ ഈ ഒരു ക്രൗഡിനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നറിയോ? അതിനിടയ്ക്കുള്ള വണ്ടി പോകുന്നുണ്ട്. വീഡിയോ ആണ്. ഓ താങ്ക് യു. ബൈ. അങ്ങനെ ഗൈസ് $40 കൊടുത്ത് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. താങ്ക് യു സഞ്ജയുടെ അച്ഛൻ. അവര് തന്നെ അത് $20 വെച്ച് 2 പേർക്ക് കൊടുക്കണം. അത് അവർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ 20 തന്നെ പറയുള്ളേ. അപ്പൊ 2 പേർക്ക് 20 വെച്ച് കൊടുക്കണം. കുഴപ്പമില്ല, പോട്ടെ. അവർ ഇത്രയും തുണിയില്ലാതെ നിൽക്കുന്നല്ലേ ഫുള്ള്. അമ്മച്ചിമാരെ 2 പേരും ഒരു പ്രായമുള്ള ആൾക്കാരാണ്, പക്ഷെ കുഴപ്പമില്ല. അപ്പൊ അവരെനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ വന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലേ? അച്ഛനൊക്കെ ചിലപ്പം ഇവര് ചെറുപ്പത്തിലുള്ളപ്പോ കണ്ടതായിരിക്കും. അതാണ്. അപ്പൊ അവര് ഇങ്ങനെ നിന്ന് എടുക്കുകയാണ്. അപ്പൊ അവരോട് പോയി നിന്ന് ഫോട്ടോ എടുക്കാം. അവര് തന്നെ പറയും ഇനി വീഡിയോ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ കുത്തി നിർത്തും. എന്നിട്ട് ചന്ത ഇട്ടാൽ വീഡിയോ ഫ്രീ. അതെ. അപ്പോൾ അതാണ് സംഭവം. അത് കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ എവിടെ ചെയ്തിട്ടുണ്ടല്ലോ, തായ്ലൻഡ്. ഇടയ്ക്കിടയ്ക്കുണ്ട്. തായ്ലൻഡിലുണ്ട് കേസ്. ഞങ്ങളും വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് മടിച്ചേ നിൽക്കും. പുള്ളിക്കാരൻ ഇപ്പോഴും ഫോട്ടോ എടുത്ത് തന്ന കംപ്ലീറ്റ് റിയ ആണ് കേസ്. താങ്ക് യു റിയ. യു ആർ എ വണ്ടർഫുൾ ഫോട്ടോഗ്രാഫർ. യു പ്രൂവ്ഡ് ഇറ്റ് അഗൈൻ. ഓക്കെ, ഇവിടെ ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കഞ്ചാവിന്റെ മണം അടിച്ച് നമ്മൾ കിണ്ടിയാവും. അതാണ് പ്രശ്നം. ഇവിടെ മൊത്തം അത് തന്നെയാണ്. ഈ സാധനം കണ്ടോ? ഇതിന്റെ മേളില് പോലീസ്. ഇതിന്റെ മേളിൽ കയറി ഇങ്ങനെ നമുക്ക് കറങ്ങാൻ പറ്റും. അതിന്റെ മേളിലൊക്കെ വേണേൽ പോവാം. അതിനിടയ്ക്കൂടെ പോകുന്ന NYPD പോലീസ്. ക്രൗഡാണ് കേസ്, മൊത്തത്തില് ഭയങ്കര ക്രൗഡാണ്. എവിടെയോ ഇങ്ങനെ ക്രൗഡിനിടയിൽ കൂടി ഇങ്ങനെ നടക്കാം. ഞാൻ ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു വൈബ് കാണണ്ടേ? ഈ ഒരു വൈബ് കാണാതെ എങ്ങനെയാണ്? അതിലൊരു കാര്യമില്ലല്ലോ. ഇതുപോലെയുള്ള ഫുഡ് സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഫുഡിന്റെ പരിപാടികളൊക്കെ. ഇവിടെ നല്ലൊരു അടിപൊളി ഒരു മക്കാർത്തി എന്നും പറഞ്ഞുകൊണ്ടൊരു ഐറിഷ് പബ്ബ് ഇവിടെ കാണാം. നമുക്കൊന്ന് ഐറിഷ് പബ്ബിൽ കയറിയിട്ട് ചാർജ് ചെയ്തിട്ട് പോകാം. ഇതിനകത്ത് നല്ല വൈബാട്ടോ. പാട്ടൊക്കെ ഉണ്ട്, മറ്റേ ലൈവ് മ്യൂസിക്കും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ബാറിൽ ആൾക്കാരൊക്കെ ഇരുന്ന് അടിക്കുകയാണ്. സ്ഥലമില്ല. ഓപ്പൺ അപ് സ്റ്റേഴ്സിൽ മേളിൽ ബാറുണ്ടെന്ന്. ഇവിടെ ബാറാണേ. ബാറെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ടക്കീല ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരിയാണ് നമുക്ക് ടക്കീല എടുത്ത് തന്നത്. ഞാൻ ഇപ്പോൾ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു ബാറിൽ ഒരു ലേഡി സ്റ്റാഫിനെ പുറത്തുനിന്നെങ്ങാണ്ട് കൊണ്ടുവച്ച് അത് ഭയങ്കര വിവാദമായിട്ട് ആ ബാർ ലൈസൻസ് റദ്ദാക്കിയോ പൂട്ടുകയോ എന്തൊക്കെയോ ചെയ്തു. അതായത് നമ്മുടെ കേരളത്തിലെ നിയമപ്രകാരം സ്ത്രീകൾ മദ്യം വിളമ്പാൻ പാടില്ല. ലോകത്ത് എവിടെ പോയാലും സ്ത്രീകളാണ് മദ്യം വിളമ്പുന്നത്. എല്ലാവർക്കും കൂടുതലും ബാർടെൻഡേഴ്സ് സ്ത്രീകളാണ്. അതുകൊണ്ട് മലയാളികളായിട്ടുള്ള സ്ത്രീകൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ബാർടെൻഡർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമോ? ആ കാര്യമായിട്ട് ഞാനെന്തൊരു കഥയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ cheers guys. പാട്ട് പറഞ്ഞ പുള്ളി താങ്ക് യു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓ, പുള്ളി അവിടെ ടിപ്പ് വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ? കണ്ടില്ല ഗൈസ്. ഇവിടെ എവിടെ കയറിയാലും എങ്ങനെ പരിപാടി അറിയാമോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥലത്ത് കയറി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു $100 ആയി എന്നിരിക്കട്ടെ. അപ്പോൾ അവർ ബില്ല് തരും. ആ ബില്ല് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മളതിൽ ഒരു 20% ടിപ്പാണ് ഇവർ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്. ആ നമ്മൾ എഴുതിയിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആദ്യം അവർ ചാർജ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അത് സെറ്റാക്കി തരും. അപ്പോൾ അവരത് ചാർജ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പരിപാടി. നമ്മളെ ഒന്ന് ചാർജ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെയുള്ള ബിൽ ബോർഡുകളെല്ലാം 3D ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സിനിമയുടെ എങ്ങനെ ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. മെയിൻ ക്യാരക്ടറിന്റെ ഒരു സയന്റിസ്റ്റ്, ഡോഗ് സയന്റിസ്റ്റ്. പുള്ളിക്കാരന്റെ വണ്ടിയാണത് DMC. അതാണ് സയന്റിസ്റ്റ്. ഇയാളാ? ഡൊണേറ്റ് പൈസ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക പുള്ളി. കൊള്ളാലോ. ഡൊണേറ്റ് FIR പറയോ? ശരി, പുള്ളി പൈസ കൊടുക്കണല്ലേ? ശരി, പുള്ളി പൈസ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. ഓ,
ആ ശരി, പുള്ളി അകത്ത് കയറിയിരിക്കാൻ പൈസ കൊടുത്തപ്പോ പുള്ളി അകത്ത് കയറിയിരിക്കാൻ പറയുന്നുണ്ട്. ആ അടിപൊളി, വീഡിയോ എടുത്തോളാൻ പറയുന്നുണ്ട്. എന്തുവേണ ചെയ്തോ, കാശ് കിട്ടിയാ മതി. എന്തൊക്കെ വണ്ടികളാന്നേക്ക്, അടിപൊളി. പുള്ളി പാട്ടൊക്കെ വെച്ച് സെറ്റായിട്ടാ പോകുന്നത്. എന്തൊക്കെ ആൾക്കാരാന്നേക്കുന്നത്. ഇത് വേറെ വണ്ടി, എന്തുവാടേ ഇതൊക്കെ? വല്ല ജാടായിട്ടാ പോകുന്നതേക്ക്, എന്ത് ജാടായിട്ടാ പോകുന്നതേക്ക്. ഇതെന്തുവാടേ ഇത് വണ്ടിയില്? എന്തൊക്കെ പരിപാടികളാ അല്ലേ, ഓരോ ആൾക്കാരുടെ പരിപാടികൾ. ഇത് എന്താണ് ഇവിടെ? ഫുൾ വൈബാണല്ലോ. ഇത് ഈ വണ്ടിയാ? ഇത് ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കേട്ടോ ആൾക്കാരൊക്കെ. ഇത് കൊള്ളാം പരിപാടി, നൈസ്. ഈ വണ്ടി, ഇത് ഓരോരോ വണ്ടികൾ ഇവിടെ കൊണ്ടിടും, എന്നിട്ട് അത് ഈ പറഞ്ഞ പോലെ അതിന്റെ പരിപാടികളൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കും. അതാണ് പരിപാടി. $5 മിനിമം കൊടുക്കണമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണ് നോക്കിയത്. പഴയ ഫോണും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഓരോരോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം നല്ല അടിപൊളിയായിട്ട് കാശ് ഉണ്ടാക്കാൻ, ക്രൗഡിനെ ഉപയോഗിച്ച് കാശ് ഉണ്ടാക്കാൻ. ക്യാപിറ്റലിസം അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് പുള്ളി പറയുന്നത്. എന്തോരോ ആൾക്കാരത്. ഇത് എല്ലായിടത്തും ഫുള്ള് ക്യാമറയും ലൈറ്റും അത് ഇതൊക്കെ ആയിട്ട് ഗംഭീര ഫോട്ടോഷൂട്ടാണ്. റോഡിന് നടുവിലൊക്കെയാണ് ആൾക്കാർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. ഇത് രക്ഷയില്ല കേട്ടോ, ഗംഭീര ഫോട്ടോഷൂട്ടാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അവർ അടിപൊളി ലൈവ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് പരിപാടി. അവിടെ വണ്ടി വരുന്നത് അതിന് നടുവിലാണ് ഫോട്ടോ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് വന്നു. ഇവിടെയൊക്കെ മറ്റേ കറങ്ങി തിരിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന പല പല പരിപാടികൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നെ പോലെ തന്നെ വീഡിയോ എടുക്കുന്ന ധാരാളം വ്ളോഗേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇവിടെ. ബൈക്ക് കൊണ്ട് എന്തോ പരിപാടി കാണിച്ചാണ് അവിടെ കണ്ടത്. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി കൊണ്ട് ആൾക്കാർ ഇതൊക്കെ ഷോ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. കാറും ബൈക്കും എല്ലാവരും ഷോ അടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അവനവിടെ ബൈക്കിട്ട് പോച്ചാണ് കേട്ടോ, ബൈക്കിന് ഡയറക്റ്റ് പോച്ചാണ് കാണുന്നത്. ഇതിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്കറിയില്ല ഗൈസ്. ഏതൊക്കെ രാജ്യത്തെന്നുള്ള എന്തോരോ ആൾക്കാരായിരിക്കും അല്ലേ ഇവിടെ ഉണ്ടാവുക. ഇപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യയിലൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം, ഇതുപോലെ ഓപ്പണായിട്ട് പല സംഭവങ്ങളും ഉള്ള, പല കാര്യങ്ങളും ഉള്ള, അതുപോലെയുള്ള പല സംഭവങ്ങളും നമുക്കൊക്കെ ഇന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ മറ്റേ കറങ്ങി തിരിഞ്ഞ് പാട്ടൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പോകണ്ട. $25 അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ കാണുന്ന പോലെയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഡാൻസ് കളിക്കണം അല്ലേ? ഫുള്ള് വൈബാണ് കഴിയും, നല്ല വൈബ്. പക്ഷേ ഇവിടുത്തെ വൈബ് ആവണമെങ്കിൽ ഇവരുടെ വൈബിലേക്ക് എത്തിച്ചേരണം. അതിന് നമുക്ക് പറ്റില്ല, അതാണ് പ്രശ്നം. വേറെ കുറച്ച് ആൾക്കാർ ഡ്രംസ് ഒക്കെ കൊട്ടി പോകുന്നുണ്ട്. ആൾക്കാർ നോക്കുന്നതിന് മുമ്പ് നോക്കി നിൽക്കേ, ഞങ്ങളിവിടെ എന്തൊക്കെയാണ് കാണിച്ചു നോക്കൂ. അത് ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ കാണാൻകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് എന്താ പറയാ. ഞങ്ങൾ 3 പേര് നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ഗൈസ്.
ഗൈസ് ഞങ്ങളങ്ങനെ അതിനകത്ത് ആ എല്ലാവരും കൂടെ കടന്ന് ഡാൻസ് കളിക്കുന്ന പോലെ ഞങ്ങളും അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ഈ കണ്ട ആയിരക്കണക്കിന് ആൾക്കാർ നോക്കി നിൽക്കെ ഒരു നാണോ മാനോ ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഡാൻസ് കളിച്ചു. എല്ലാവരും കൈയടിച്ചു. ഞാൻ വിചാരിച്ചു അവർ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുവാ. നല്ലല്ലേ? വാവ്, ഇവിടെ എന്താ ബിക്കിനെയൊക്കെ കാണാമല്ലോ. ആമസോൺ പ്രൈമിന്റെ പരസ്യമാണ് കേസ് നോക്കി. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം കാശ് കയ്യിൽ നിന്ന് പൊട്ടും കഴിച്ച് അതുപോലെ വരിക, എന്നാലേ നടപടിയാവുള്ളൂ. നമുക്ക് ഇതിലൂടെ പോകണം. ഇവിടെ എന്താ അടച്ചിട്ടിരിക്കുക? ഇത്രയും തിരക്കുള്ള സ്ഥലത്തിനിടയ്ക്കൂടെ വണ്ടി ഇടയ്ക്ക് ഓടിച്ചോണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. അതാണ് രസം. ഇയാളെന്താ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്തോ ടിക്കറ്റ് വിറ്റോണ്ടിരിക്കുകയാണ് പുള്ളി. എന്താണ് പോലീസ് ഇത്ര നേരം സൈറൻ അടിച്ചിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നത്? ആംബുലൻസ് ആണോ? ആംബുലൻസ്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി നടക്കുക, ഫുള്ള് നടക്കുക, വായി നോക്കുക, ഇതൊക്കെ തന്നെയുള്ള പരിപാടി. ഇവിടെ എന്താണ് ഭയങ്കര സംഭവമുള്ളോ? എന്തോ കബാബൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ. ഇങ്ങനെ ഉണ്ടോ കബാബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പുകഞ്ഞ് മണത്തോണ്ടിരിക്കുക. ഇവിടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോരോ പരിപാടികളുണ്ട്. അതിന്റെ മുമ്പിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു നിരത്തിലിടയ്ക്കൂടെ സമീപത്തൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൊക്കെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. രാത്രി പതിരാത്രിക്ക് അടയ്ക്കാത്ത കടകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലെയുള്ള സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് കാണാം. പാമ്പിനെയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ കാണാം. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹാർഡ് റോക്ക് കഫേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഹാർഡ് റോക്ക് കഫേയുടെ സൂനിയർ ഷോപ്പ് വരെ താഴെയുണ്ട്. ഹാർഡ് റോക്കിൻ്റെ ഹൂഡീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇവിടുത്തെ ഈ ഒരു ടൈം സ്ക്വയറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബാർ ആൻഡ് പബ്ബാണെന്ന് തോന്നി സാധനം. ഇത് ബാറാണോ? സൂനിയർ ഷോപ്പാണല്ലോ. ബാറിൻ്റെ സൂനിയർ ഷോപ്പാണ് കേസ് നോക്കിയത്. അത്രയ്ക്ക് ഫേമസ് ആണെന്ന് തോന്നി ഈ സ്ഥലം നോക്കി. അതായത് ഹാർഡ് റോക്ക് കഫേയുടെ സൂനിയറുകളൊക്കെ വിൽക്കുന്നത്. കംപ്ലീറ്റ് ഹാർഡ് റോക്ക് കഫേയുടെ സംഭവങ്ങൾ കണ്ടില്ലേ? കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാണുന്നത്. വേൾഡ് ബർഗർ ടൂർ 2025. ഇവിടെ വന്ന് ഒച്ചത്തി സംസാരിച്ച് വീഡിയോ എടുത്ത് എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. കാരണം പതുക്കെ പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ലല്ലോ. ഒച്ചത്തി സംസാരിച്ചാലല്ലേ കേൾക്കുള്ളൂ. ഹാർഡ് റോക്ക് കഫേ പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ പരിപാടികളെന്നോ നോക്കാം. എന്താണെന്നറിയില്ല, നോക്കട്ടെ. എന്താണ് ഒരു സ്ഥലത്തും തിരക്കില്ലാത്തത്? നമ്മൾ വീക്കെൻഡ് നോക്കി വന്നിട്ട് ഒരു സ്ഥലത്തും തിരക്കില്ല ഗൈസ്. കൊള്ളാട്ടോ. ഇവര് പല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്, പല പരിപാടികൾ നടക്കുന്നുണ്ട്. ഓ വാവ്, ഇത് കണ്ടില്ലേ? കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്, ബിയർ കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പെർഫോമൻസ് എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും. താഴെ സ്റ്റേജൊക്കെ കാണാം, പക്ഷെ അവിടെ ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബാറുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പൊളി, എന്ത് തിരക്കാണ് ഇവിടെ! തിരക്കെന്ന് പറഞ്ഞാൽ എന്ത് വലുതാണ്. ഇറ്റ്സ് വെരി ഹ്യൂജ്. ഹാർഡ് റോക്ക് കഫേ കയറി അവിടെ ഒരു വൈബ് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ വൈബ് തേടി ഇറങ്ങിയിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും വൈബുള്ള സ്ഥലം കിട്ടുമോ എന്നൊക്കെ നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വരെ പരസ്യം ചെയ്യുന്നുണ്ട് ഇവിടെ. നോക്കി, കൊക്കക്കോള പരസ്യം, നെറ്റ്ഫ്ലിക്സ് പരസ്യം, എല്ലാവരും പരസ്യമാണ്. മൊത്തത്തിൽ എല്ലാവരുടെയും പരസ്യമാണ്. ആ ഒരു ട്രക്കിലെ അവര് കണ്ടോ ഫാമിലി ആയിട്ട് കാണാൻ ഇറങ്ങിയേക്കോ? കണ്ടോ നോക്കിയേ, അവരൊരു ഭാര്യയും ഭർത്താവും കൂടെ ഫാമിലി ആയിട്ട് കാണാൻ ഇറങ്ങിയേക്കുന്നു. അയാൾ എത്ര നല്ല മനുഷ്യനായിരിക്കും. അയാളെ ഭാര്യനെയും കൊച്ചിനെയും ട്രക്കില്, ആ കാണുന്ന വലിയ ട്രക്കില് ടൈം സ്ക്വയർ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ ഭാര്യയും കൊച്ചും എത്ര ഹാപ്പി ആയിരിക്കും അല്ലേ? ഇല്ലേ? ഓ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ അവർക്ക് മനസ്സിലായി. അവര് ഹോണൊക്കെ അടിച്ചാണോ? അത് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണ്, മനസ്സിലായില്ലേ? ട്രക്ക് വരെ ഓടിച്ച് ഇത്രയും ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റും. അതായത് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജനങ്ങൾക്ക് നല്ല ഫ്രീഡം ഉള്ളൊരു രാജ്യമാണ് അമേരിക്ക. അത് അവർ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ. റോഡിന് നടുവിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ റോഡിന് നടുവിലാണ് പരിപാടികളൊക്കെ. നോക്കി, നടന്ന് ക്ഷീണിച്ച് ഉറക്കം വന്നിട്ടാണോ ഇയാൾ കിടക്കുന്നതെന്ന് അറിയത്തില്ല, അതോ ഹോംലെസ് ആണെന്ന് അറിയത്തില്ല. അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങാൻ വേണ്ടി കിടപ്പുണ്ട്, അവിടെ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ വേണ്ടി കിടപ്പുണ്ട്. ഞങ്ങളങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ബാർ ആണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്. നോക്കി, ഇപ്പോഴാണ് ഇതിനകത്ത് വൈബായത്. വൈബ് നമ്മൾ ഈ പണ്ടത്തെ കള്ള് ഷാപ്പിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന പോലെ തന്നെ പൊളിറ്റിക്സ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്തോരം സെറ്റപ്പുകളാന്നൊക്കെ ഇവിടെ. അടിപൊളി, നൈസ്. സോ ഗൈസ്, നമ്മൾ തിരിച്ചു പോകണം. നമ്മളിപ്പോഴാണ് ചാർജ് ആയതല്ലേ? ഇപ്പോഴാണ്
ഇനി ചാർജ് രാത്രി 1 മണിയായപ്പോൾ ചാർജ് ആയത്. ഇനി ചാർജ് ആവാൻ പറ്റില്ല, ഇനി ചാർജ് ആയി വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ തിരിച്ചു പോകുമ്പോ റിയ വണ്ടി ഓടിക്കുന്നതായിരിക്കും. സോ റിയ ബാക്കിൽ കിടന്ന് ഉറക്കാനാണ് പ്ലാൻ. നോക്ക് ടൈം സ്ക്വയറിന്റെ വൈബ് കണ്ടോ, എന്ത് രസല്ലേ, എന്ത് ഭംഗിയോടെ നിൽക്കുന്നത് നോക്കിയേ. ആ സൈബർ ട്രക്ക് ഇതൊന്നും ഒരു വില കേട്ടോ, ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. ഇത് ശരിക്കും ഭയങ്കര വലുതാട്ടോ, ഇതൊരു വലിയ വണ്ടിയാണ് നോക്കിയത്. ആ അടിപൊളി, ഓ അടിപൊളി. ഷോ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക എല്ലാരും കൂടി. രാത്രിയാകുമ്പോഴത്തേക്കിനും എല്ലാരും കൂടെ ഷോ കാണിക്കാൻ വേണ്ടി ഒരു വണ്ടിയായിട്ട് ഇറങ്ങും. അതാണ് പരിപാടി, സിമ്പിൾ. ഇവരിത് വാടകയ്ക്ക് എടുത്തിട്ട് വല്ല വന്നിരിക്കുകയാണോ? എനിക്കൊരു സംശയമുണ്ട്, സ്വന്തം വണ്ടിയാണോ വാടക എടുത്തിട്ട് വന്നിരിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇതിലൂടെ വന്ന് ഒന്ന് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ബ്രോ, ഫുഡ് മമ്മം എന്തോ ഒരു ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇവിടുത്തെ അഡേഴ്സ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം. അതെവിടെ? സ്പൈസി ഫുഡ് വേണമെന്നാണ് പറഞ്ഞത്. സ്പൈസി ഫുഡ് കിട്ടും. എവിടെ പോകും? ആ എവിടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. അങ്ങനെ ന്യൂയോർക്കിന്റെ തെരുവ് വീതികളിൽ കൂടി ഞങ്ങളിങ്ങനെ അമ്പരചുംബികളായ കെട്ടിടങ്ങളെ നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ കാണാം. ആ ശരി, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ശരിക്കും ഒന്ന് ആലോചിക്കുക, ഈ ക്രൗഡിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരെ അറിയോ? ഫോട്ടോഗ്രാഫേഴ്സ്, പിന്നെ അതല്ലാത്ത പല ആൾക്കാർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ. They're making a lot of money എന്ന് പറയാൻ പറ്റില്ല. They're hard working and making a lot of money. പോലീസുകാരോടെ ഫോട്ടോ എടുക്കാം ഗൈസ്, അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പോലീസുകാരോടെ ഫോട്ടോ എടുക്കാം, അതിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. സോ ഐ ക്യാൻ ഡു ദാറ്റ്. അതൊക്കെയാണ് പരിപാടി. ഞങ്ങളിവിടെ പോലീസുകാരോടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ പോലീസുകാർ അവരിവിടെ മാജിക് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൊക്കെ ഇവിടെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ പല പല പരിപാടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളിയും പരിപാടികളൊക്കെയാണ്. കളിയൊക്കെ അവിടെ ഇരിക്കും, പക്ഷേ കാര്യം നടക്കുമ്പോൾ സെറ്റ് ആവും. കിട്ടിയാ? ആ അത് പൊളിച്ച് കൊള്ളാം, നൈസ്. അപ്പൊ റിയ വളരെ സുരക്ഷിതയായി ഞങ്ങളെ ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൂ. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഓക്കെ, ബാക്കി നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. റിയ വെള്ളം കുടിച്ചു, കഷ്ടമുണ്ട് നോക്കിയ പാവം, കഷ്ടമുണ്ട്. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് റിയ വെള്ളം കുടിച്ചു. അങ്ങനെ ഞങ്ങള് ഹനുമാൻ ഗൈൻഡിന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടൈം സ്ക്വയറിൽ പോയിട്ട് ഷോ കാണിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ വണ്ടി എടുത്ത് എല്ലാവരും ഷോ കാണിക്കില്ല, അപ്പൊ നമുക്കും ഷോ കാണിക്കാന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു ടൈം സ്ക്വയർ ഗൈസ്. രാത്രി 1:30 ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഓണാണോ? തിരക്കാണോ? പോമൻസ്. അതിന് എത്ര തിരക്ക്? എന്റെ പൊന്നെ, ഇവിടെ എന്തോ ഒരു ഫേമസ് ഫുഡ് ഉണ്ട്. അയാളുടെ കട ഇവിടെ ഒന്നും ആരും ഇല്ല, പക്ഷെ ഇവിടെ അയാളുടെ കട മാത്രം ഭയങ്കര തിരക്കായിരിക്കും. ഓ മൈ ഗോഡ്, ആദേൽസ് ഫേമസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു റെസ്റ്റോറന്റ് ആണേ അവിടെ. ഓ എന്ത് മണമാണ് ബ്രോ, എന്റെ പൊന്നെ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും അങ്ങനല്ല, ഇത്ര നേരം ക്യൂ നിൽക്കാൻ എനിക്ക് വയ്യ. ഇവിടെ നോക്കി ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. നോക്കി, ആ മിഡിൽ ഈസ്റ്റ് ആണ് അതിൽ മൊത്തം ഇത്രയും ആൾക്കാര്. ഇതൊക്കെ ഇവിടെ ഈ ഒരു ആദേൽസ് ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ അടുത്തുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്ര ജലസോടെ ആയിരിക്കും ഇയാളെ നോക്കി കാണുന്നെന്ന് ആലോചിച്ച് നോക്കി ബ്രോ. ഇത് ഭയങ്കര ക്യൂ ആണ്, ഇത് രക്ഷയില്ല കേട്ടോ. ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് ഫുഡൊന്നും വാങ്ങണ്ട. അങ്ങനല്ല, ഇത് ഇത്രയും തിരക്കില് ഇത്ര സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല, കാരണം രാത്രി 1:30 മണിയായി. നോക്കി, ഓ മൈ ഗോഡ്, ഇത് എന്താണ്? എനിക്ക് വേണ്ട, 1 hour സ്പെൻഡ് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഫുഡ് വേണ്ട. അങ്ങനല്ല, ഇത് അത്രയും തിരക്കല്ലേ. എന്ത് ഇത് 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് വാങ്ങാനായിട്ട്. നോക്കി, ഇതൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്, ഇതൊക്കെ ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുക. നോക്കി, ഒരു തട്ട് കടയിൽ നിന്ന്, ആദേൽസ് ഫേമസ് എന്ന് പറയുന്ന ആ ഒരു തട്ട് കടയിൽ നിന്നും ഫുഡ് വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. നോക്കി, എന്ത് തിരക്കട ഇത്, ഇവിടെ മാത്രം എന്ത് തിരക്കട ഇത്, അതുപോലെ തിരക്ക്. ഓ രക്ഷയില്ലടോ, ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ മണം. എത്ര സ്റ്റാഫാണ് നിൽക്കുന്നത് നോക്കി. ഇത്ര ആൾക്കാർ ഇവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട്
അതൊന്നും തികയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് എത്ര അടിപൊളിയായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അവിടെ മൊത്തം ചിക്കനാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഓ ഒരു രക്ഷയില്ല. നമുക്ക് ബ്രോ നെക്സ്റ്റ് ടൈം വരുമ്പോ ആവാം. അടുത്ത മാസം തിരിച്ചു വരുന്നത് ഇവിടെ ഉണ്ട്. ഇത് വേറെയാണോ അതോ സെയിം ആണോ? ആണല്ലേ. അതെ, നമുക്ക് അവനോടൊരു $10 എക്സ്ട്രാ തരാന്ന് ചോദിച്ചാൽ തരുമോ? ഇല്ലല്ലേ. തരുമോ? നമ്മള് ഇന്ത്യക്കാരല്ലേ, ഒരു $10 എക്സ്ട്രാ തരാം, എന്തെങ്കിലും നടപടിയാവോ ക്യൂ നിൽക്കാതെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് സഞ്ജയ്. എനിക്ക് തോന്നുന്നില്ല നടപടിയാവുമെന്ന്. 18 ഓർഡർ കൊടുത്ത് ഞാൻ ലൈൻ സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കാമോ? ആണോ? ശരി, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. എന്നാൽ നോക്കാം. ലൈൻ സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. $18 കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ലൈൻ സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സോ സഞ്ജയ് അത് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എങ്ങനെ പരിപാടി എന്നൊക്കെ. ഗൈസ്, അങ്ങനെ ഇവിടെ വന്നിട്ട് $5 കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് മാറുന്നത്. എനിക്കൊന്നും ഇത് പലർക്കും അറിയത്തില്ല. അങ്ങനെ തോന്നണോ? ഞങ്ങൾ ഇപ്പുറത്ത് ചെറിയൊരു ലൈനിൽ നിൽക്കുകയാണ്. ഇത് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഫേമസ് ഫുഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ രാത്രി 1:30 മണിയായി ഗൈസ്. 1:30 മണി. ഞങ്ങൾ അവിടെ ഒരു 10-20 മിനിറ്റ് ചൊറിഞ്ഞു നോക്കിയായിരുന്നു. ഈ ക്യൂ ഒന്നും നീങ്ങുന്നില്ല. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. സോ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരാം. ഇവർ തുറക്കുന്ന സമയം നോക്കി വരാം. എന്ത് തിരക്കാണ് ഇത്. ഒരു ആൾക്കാർ 1 മണിക്കൂറൊക്കെ നിന്ന് ഭക്ഷണം വാങ്ങാന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര സംഭവം. ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല അങ്ങനെ. റേഡിയോ സിറ്റി ഫ്രം ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാനെന്നും പറഞ്ഞുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് വന്നു. ഇത് ഇച്ചിരി ക്യൂ കുറവുള്ളൊരു സ്ഥലമാണ് ഇത്. അതുപോലെ തന്നെ വേറെ എന്തോ ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ്. പണ്ടത്തെ പുലികളായിരുന്നു. എന്നിട്ട് ഇവിടെ എല്ലാം ചിക്കനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ തിരക്കില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യണം, എന്നാലും അവർ വളർന്നു വരുവുള്ളൂ. ട്രാവലൊക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ്. സ്പൈസി എന്തോ ഒരു സാധനം അവർ പൊതിഞ്ഞ് എടുത്ത് ചോറിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. സോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതാണ് പരിപാടി. 2 മണിയായി ഗൈസ്. 2 മണി, രാത്രി 2 മണി. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരൊറ്റ കടയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെയൊക്കെ ഡ്രസ്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം സെയിമാണ്. എല്ലാം ഓരോ ഒറ്റ ആൾക്കാരുടെ ആയിരിക്കും മിക്കവാറും. പല സ്ഥലത്ത് പല രീതിയിൽ ആൾക്കാരിരുന്ന് കച്ചവടം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെ പരിപാടി എന്നുള്ളത്. താങ്ക് യു. No thanks. Hello, Mr. Shinod Savari. Good. How are you? Yes. ഇത് സോറി, ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഏത് ഭാഷ സംസാരിക്കണം. യെസ്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ അപ്പോൾ ഞങ്ങളിപ്പം സഞ്ജുവിന്റെ വീട്ടിലാണ്. ഇവരെല്ലാം വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അതിന് കാരണഭൂതനായത് ഞാനാണ്. അല്ല, കാരണഭൂതം വേറെ ഇല്ലേ, കാരണക്കാരനായത് കാരണക്കാരനായത്. അതെ, അയ്യോ, അതാണ് മലയാളത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കഷ്ടപ്പെടാണ്ടായിട്ടിരിക്കുന്നു. അപ്പൊ രാവിലെ ഞാനും സുഹൃത്ത് ഒരേ നാട്ടുകാരാണ്. അതെ, നിങ്ങള് ഗ്യാങ്സ് എല്ലാം കൂടുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ഏരിയ. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, ഞാൻ അപ്പുറത്തോട്ട് പോകും. പക്ഷെ നിങ്ങൾ അവിടെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ന്യൂയോർക്ക് വെച്ചാ ഫേസ് ടു ഫേസ് കാണും. അതാണ്, അതൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. സ്വന്തം നാട്ടുകാരെ വരെ ഇവിടെ ഞാൻ എന്തിനു പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം അച്ഛന്റെ ചേട്ടന്റെ മകൻ ഫാമിലി, ആ ഫാമിലിനെ ഫുൾ ഒരുമിച്ച് ഞാൻ ന്യൂയോർക്ക് ഇവിടെ അവരുടെ വാഷിംഗ്ടൺ DC വന്നപ്പോഴാണ് കാണുന്നത്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കുറെ നാൾക്ക് ശേഷം. അമേരിക്ക അടിപൊളിയാണ്. ഞങ്ങൾ ആക്ച്വലി രാവിലെ 5 മണിക്ക് നയാഗ്ര ഫോൾസിലേക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പുള്ളി രാവിലെ 6 മണിക്ക് വരാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ ടൈം സ്ക്വയറിന് വന്നപ്പോഴത്തേക്കിന് രാവിലെ 4 മണി ആയതുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പം 10 മണിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സോ ഞങ്ങൾ നയാഗ്രയ്ക്ക് പോകുന്നു, നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. ഞാനും ഷിനോദും റെനിയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് നാളെ കാണാം. സീ യു ഗൈസ്, ബൈ.